രാജ്യത്തിന്റെ ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള രാജ്നാഥ് സിംഗ് ജവഹർലാൽ നെഹ്റുവുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ ചികന്നിരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ചികന്ന് കണ്ടുപിടിക്കുന്ന ആ സമയം കൊണ്ട് ഏതാനും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മളുടെ CDS ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൗഹാൻ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൊരു തീരുമാനമെടുക്കും. അതിനുശേഷം പോരെ ജവഹർലാൽ നെഹ്റുവിന്റെ പിറകെ പോകുന്നത്, പണ്ടത്തെ ചരിത്രത്തിലേക്ക് പോകുന്നത്? അതിനു മുൻപായി ഇപ്പോഴുള്ള പ്രശ്നം അത് സോൾവ് ചെയ്യാൻ നോക്കൂ. അനിൽകുമാർ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നല്ല, അതിനു മുൻപായി നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ജവഹർലാൽ നെഹ്റു പണ്ട് ബാബരി മസ്ജിദ് റിപ്പയർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റേറ്റ് ഫണ്ട് വെച്ചിട്ട്. എന്നാൽ അത് തടഞ്ഞിട്ടുള്ളത് സർദാർ വല്ലഭായ് പട്ടേൽ ആണെന്നാണ് അദ്ദേഹം ആരോപിച്ചിട്ടുള്ളത്. ഈ ആരോപണത്തിൽ സത്യമുണ്ടോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. അതുപോലെ തന്നെ അതല്ല നമ്മളുടെ വിഷയം. നമ്മളുടെ വിഷയം ഈ ചരിത്രത്തിലേക്ക് എന്തിനാണ് ഇപ്പോൾ പോകുന്നത്? ഇവിടെ ഉള്ള പ്രശ്നം, ഇപ്പോൾ ഉള്ള പ്രശ്നം തീർക്കണം. കാരണം നമ്മുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൗഹാൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യൻ ഡിഫൻസ് കമ്പനീസ് എമർജൻസി പ്രൊക്യൂർമെന്റ്സ് ഓൺ ടൈമിലല്ല ഡെലിവറി ചെയ്യുന്നത്, ഭയങ്കര ഡിലേ ആയിട്ടാണ് ഡെലിവറി ചെയ്യുന്നത് എന്നുള്ള വലിയൊരു ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് CDS പറഞ്ഞിട്ടുള്ളത്. CDS അത് മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, CDS അതിനോടൊപ്പം തന്നെ പറഞ്ഞിട്ടുള്ളത്, പല കോൺട്രാക്ട്സും ആ കോൺട്രാക്ട്സിൽ കമ്പനീസ്, ഈ ഡിഫൻസ് കമ്പനീസ് അവരുടെ കപ്പാസിറ്റീസ് അധികം കാണിച്ചിട്ടാണ് ഈ അഗ്രിമെന്റ്സ് ഒക്കെ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രോപ്പർ ടൈമിൽ അവർ പറഞ്ഞിട്ടുള്ള പ്രൊക്യൂർമെന്റ്സ് എത്രയാണോ അത് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ ഡിലേ ആയിട്ടാണ്. പ്രത്യേകിച്ചും അദ്ദേഹം പറയുന്നത്, ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്തൊക്കെ നമുക്ക് വെപ്പൺസ് ഒക്കെ ആവശ്യമുള്ള സമയമാണ്. ആ സമയത്തും അവർ ഈ ഡിലേ കാണിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് അന്വേഷിച്ചു കഴിഞ്ഞാൽ അവരുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 100 ആണെങ്കിൽ അവർ 150 കാണിച്ചിട്ടാണ് ഈ അഗ്രിമെന്റ്സ് ഒക്കെ, അതായത് അവരുടെ കപ്പാസിറ്റി കൂടുതലായിട്ട് പ്രോമിസ് ചെയ്തിട്ട് അല്ലെങ്കിൽ കൂടുതലായിട്ട് കാണിച്ചിട്ടാണ് അവരൊക്കെ ഈ ഒരു അഗ്രിമെന്റ്സ് ഒക്കെ നടത്തിയിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം അത് മാത്രമല്ല പറയുന്നത്, അദ്ദേഹം പറഞ്ഞ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ നമ്മുടെ ഡിഫൻസ് പ്രൊക്യൂർമെന്റ്സ് ചെയ്യുന്ന, അതായത് ഇന്ത്യൻ കമ്പനീസ്, ഇന്ത്യൻ ഡിഫൻസ് കമ്പനീസ് ഒക്കെ കൂടുതലും ഇൻഡിജിനിയസ് ആയിട്ട്, അതായത് ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് എന്നാണ്. അതായത് അദ്ദേഹം പറഞ്ഞത് ഏകദേശം 70% ഈ ഒരു കാര്യത്തിലൊക്കെ ഇൻഡിജിനിയസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഉപയോഗിക്കുന്നത് എന്നാണ് അവർ അവകാശപ്പെടുന്നത്, അതായത് കമ്പനീസ് അവകാശപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഇദ്ദേഹം പറയുന്നത് അത് തെറ്റായ ഒരു കാര്യമാണ്. കാരണം ഇതിൽ പല കമ്പനീസും പുറം രാജ്യത്ത് നിന്ന് സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ അസംബ്ലി ചെയ്യുന്ന ഒരു കാര്യം മാത്രമാണ് പല കമ്പനീസും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്ന ഒരുപാട് ഡിലേസും കാര്യങ്ങളൊക്കെ വരാനുള്ള വേറൊരു കാരണമായിട്ടാണ് അദ്ദേഹം ഈ ഒരു കാര്യത്തെ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് 70% ഇൻഡിജീനിയസ് ആയിട്ട് മാനുഫാക്ചർ ചെയ്യുന്ന സാധനങ്ങളാണ് ഇവിടുത്തെ ഡിഫൻസ് പ്രൊക്യൂർമെന്റ്സിന് വേണ്ടി യൂസ് ചെയ്യുന്നതെന്നാണ് ഈ കമ്പനീസ് ഒക്കെ അവകാശപ്പെട്ടുള്ളത്. പക്ഷേ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അങ്ങനെയല്ല, ഇമ്പോർട്ട് ചെയ്തിട്ട് അത് അസംബ്ലി ചെയ്യുകയാണ് പല കമ്പനീസും ഇവിടെ ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതൊക്കെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണങ്ങളാണ്. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നോക്കണം. കാരണം അദ്ദേഹം പറയുന്നത് ഇത് വെറും ഒരു പ്രോഫിറ്റ് മോട്ടീവായിട്ട് കാണുന്ന ഒരു കാര്യമല്ല. കാരണം ഈ ഡിഫൻസ് കമ്പനീസ് എന്നൊക്കെ പറയുന്നത് രാജ്യത്തോട് കുറച്ച് കൂറ് കാണിക്കണം, അല്ലാതെ വെറും ഒരു പ്രോഫിറ്റ് മോട്ടീവ് എന്ന രീതിയിൽ ഈ ഡിഫൻസ് കമ്പനീസ് മാറാൻ പാടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇത് പറയുന്നത് വേറെ ആരുമല്ല, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൗഹാനാണ്. അപ്പോൾ അത് അത്രത്തോളം സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് പറയണം. ഇത് ജസ്റ്റ് ഒരു അലിഗേഷൻസ് ഒന്നുമല്ല. ഇത് അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇന്ത്യൻ ഡിഫൻസ് പ്രൊക്യൂർമെന്റ്സിലുള്ള പ്രശ്നങ്ങളാണ് അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ തലയിടണം മിസ്റ്റർ ഡിഫൻസ് മിനിസ്റ്റർ. അതിനുശേഷം മതി പഴയ ചരിത്രത്തിലേക്ക്, ഇപ്പോൾ ഉള്ള പ്രശ്നം അത് സോൾവ് ചെയ്യും. എന്നിട്ട് പോരെ ബാബരി മസ്ജിദ് ഉണ്ടാക്കാൻ സ്റ്റേറ്റ് ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കുന്നതും ആ പ്രശ്നങ്ങളിലേക്കൊക്കെ തലയിടുന്നതും. ആദ്യം ഇപ്പോൾ നമ്മൾ കറന്റ്ലി ഉള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കൂ. ഇതാണ് ഏറ്റവും വലിയ കാരണം. ഡിഫൻസിന്റെ ഒരു പ്രശ്നമാണ്, അതായത് ഇന്ത്യൻ സെക്യൂരിറ്റിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിലാദ്യം തീരുമാനമാക്കണം. കാരണം ഈ കോൺട്രാക്ട്സിലുള്ള സമയത്തല്ല, ഇദ്ദേഹം പറയുന്നത് പല കോൺട്രാക്ട്സിലുമുള്ള ടൈം ഫ്രെയിമിലല്ല ഈ ഡെലിവറീസ് ഒക്കെ നടക്കുന്നതെന്നാണ്. അത്രയും ഡിലേ വന്നിട്ടാണ് ഈ ഡെലിവറീസ് ഒക്കെ നടക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് എത്രമാത്രം ഗുരുതരമായിട്ടുള്ള പ്രശ്നമാണ്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.